എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവോണം നക്ഷത്രം, മകരം രാശി, ദേവഗണം, പുരുഷയോനി, ഭാഗ്യസംഖ്യ 2, അനുകൂലമായ നിറങ്ങൾ വെളുപ്പ്, കറുപ്പ്, അനുകൂലമല്ലാത്ത നിറം ചുവപ്പ്. മുത്താണ് തിരുവോണം നക്ഷത്രക്കാരികളുടെ ഭാഗ്യരത്നം. ഇപ്പോഴത്തെ ദശയനുസരിച്ച് ഏത് രത്നമാണ് അനുകൂലമായതെന്ന് ഒരു നല്ല ജ്യോതിഷനെ കണ്ട് വിലയിരുത്തുക. പ്രിയരെ, ഈ അധ്യായത്തിൽ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ, തിരുവോണം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട തൊഴിൽ മേഖലകൾ ഏതൊക്കെ, ചേരുന്ന നക്ഷത്രങ്ങൾ, ചേരാത്ത നക്ഷത്രങ്ങൾ എന്നിവയൊക്കെ പറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയെന്ന് നോക്കാം. സൗന്ദര്യം, ദാനധർമ്മം, പരോപകാര തൽപരത, ദാനശീലം, കലാഹൃദയം എന്നിവ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പ്രത്യേകതകളാണ്. ഇവർക്ക് നല്ല കുടുംബം, നല്ല ഭർത്താവ് ഇവയെല്ലാം ലഭിക്കാൻ യോഗമുള്ളവരായിരിക്കും. പതിഭക്തിയുള്ളവരും സ്നേഹം നിറഞ്ഞവരുമായിരിക്കും ഇവർ. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ആരോഗ്യകാര്യത്തിൽ ഉദാസീനത കാണിക്കുന്നവരാണ്. ഇത് ഒന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഭർത്താവിനെ സ്വന്തം വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്നവരാണ് ഇവർ. ഇത് കാരണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിടേണ്ടതായി വരുന്നതായി കാണുന്നു. പ്രത്യേകിച്ച് ഭർതൃഗൃഹത്തിൽ നിന്നും സ്വന്തം താൽപ്പര്യങ്ങളെ സംരക്ഷിക്കുവാനായി എന്തും സഹിക്കാൻ തയ്യാറാണ് തിരുവോണം നക്ഷത്രക്കാരികൾ. അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളെ വെളിയിൽ കാണിക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ കണ്ടാൽ മുഖത്ത് അടിച്ചതുപോലെ പറയുന്ന സ്വഭാവം തിരുവോണ നക്ഷത്രക്കാരികൾക്ക് കാണാം. മനസ്സിനെ ഏകാഗ്രമായി വയ്ക്കാൻ തിരുവോണ നക്ഷത്രക്കാരികൾക്ക് എപ്പോഴും സാധിച്ചു എന്ന് വരില്ല. ചിന്താക്കുഴപ്പങ്ങളിൽ പെട്ടുപോകാതിരിക്കാൻ ധ്യാന യോഗാദി മാർഗങ്ങൾ സ്വീകരിക്കുന്നത് എപ്പോഴും ഉത്തമമാണ്. കോപമായാലും വിഷമമായാലും മറ്റ് വികാരങ്ങളായാലും മുഖത്ത് പ്രകടമാകും. അത് പുറമേ കാണിക്കാതെ മറച്ചു വയ്ക്കാനുള്ള ശ്രമം അത്യാവശ്യമാണ്. വിശ്രമമില്ലാത്ത ജോലിയും അതുപോലെ അനാവശ്യ ചിന്തകളും കൊണ്ട് ആരോഗ്യത്തിന് ദോഷം വരുത്തി വയ്ക്കാറുണ്ട് തിരുവോണം നക്ഷത്രക്കാരികൾ. മറ്റുള്ളവർക്ക് ഒരു നല്ല മാതൃകയാകാൻ തിരുവോണ നക്ഷത്രക്കാരികൾക്ക് മിക്കവാറും സാധിക്കാറുണ്ട്. വിട്ടുവീഴ്ച മനോഭാവം ജീവിത വിജയത്തിന് അത്യാവശ്യമാണ് തിരുവോണ നക്ഷത്രക്കാരികൾക്ക്. നല്ല നേതൃത്വ ഗുണമുള്ള തിരുവോണ നക്ഷത്രക്കാരികൾക്ക് കുട്ടിക്കാലം മുതൽക്ക് തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വന്നേക്കാം. തോൽവിയെ ഒട്ടും ഭയക്കാത്തവരാണ് തിരുവോണം നക്ഷത്രക്കാരികൾ. ഇത് ഇവരുടെ ഏറ്റവും നല്ല ഒരു ഗുണമായി കരുതാം. തിരുവോണം നക്ഷത്രക്കാരികൾ സ്വന്തം ഗൃഹത്തിൻ്റെ കാര്യത്തെക്കാളും തൊഴിലിലാണ് പ്രാധാന്യം നൽകുക. ആവശ്യത്തിന് മാത്രം ധനസമ്പാദനം എന്ന ചിന്താഗതിക്കാരും അല്പം പിശുക്കുകളുമായിരിക്കും തിരുവോണം നക്ഷത്രക്കാരികൾ. കൂട്ടത്തിലിരിക്കാൻ ഇഷ്ടമല്ലാത്തവരാണ് മിക്കവാറും തിരുവോണം നക്ഷത്രക്കാരികൾ. ഒറ്റയ്ക്കിരിക്കാനായിരിക്കും ഇവർക്ക് കൂടുതൽ ഇഷ്ടം. നല്ല വ്യക്തികളെ തരം താഴ്ത്തുവാനും മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ കൊടുത്ത് സന്തോഷിക്കാനും എന്തോ തിരുവോണം നക്ഷത്രകാരികൾക്ക് ഒരുപാട് താല്പര്യമാണ്. അതുപോലെ ശത്രുക്കളെ ദ്രോഹിക്കുന്നതിനും തിരുവോണ നക്ഷത്രക്കാരികൾ ആനന്ദം കണ്ടെത്തുന്നുണ്ട്. തിരുവോണം നക്ഷത്രക്കാരികളിൽ ചിലർ അത്യാഗ്രഹികളായും മനസ്സിന് ഉറപ്പില്ലാത്തവരുമായും കാണുന്നു. നിഷ്കിഷ്ടരായ ശത്രുക്കൾ ഇവർക്ക് കൂടുതലായിരിക്കും. ഇവരുടെ രക്ഷിതാക്കളുടെ തേരിൽപോരിൽ പല വിധത്തിലുള്ള കഷ്ടനഷ്ടങ്ങളും ഉണ്ടാകാനിടയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു സൂക്ഷ്മത തിരുവോണ നക്ഷത്രക്കാരികൾക്ക് വേണം. തിരുവോണ നക്ഷത്രക്കാരികൾക്ക് അല്പം തിടുക്കം കൂടുതലാണ്. അത് അല്പം ശ്രദ്ധിക്കണം. അതുപോലെ കോപാധിക്യത്താൽ എടുത്തഴിച്ച് മറുപടി പറച്ചിൽ, ഇത് ശത്രുതയ്ക്കും പ്രിയജനങ്ങളുടെ അനിഷ്ടതയും വരുത്തി വയ്ക്കേണ്ടതായി വന്നേക്കാം. ഇതൊക്കെയാണ് തിരുവോണം നക്ഷത്രക്കാരികളുടെ പൊതു സ്വഭാവ സവിശേഷതകൾ. അടുത്തതായി തിരുവോണം നക്ഷത്രക്കാരികൾ തിരഞ്ഞെടുക്കേണ്ട അനുകൂലമായ തൊഴിൽ മേഖലകൾ ഏതൊക്കെയെന്ന് പറയാം. ഐസ്ക്രീം,
മുത്ത് എന്നിവയുടെ വ്യാപാരം, ഖനനം, പെട്രോളിയം, ജലവുമായി സംബന്ധിച്ച തൊഴിൽ, മത്സ്യബന്ധനം, കൃഷി, തുകൽ, നഴ്സിംഗ്, മാജിക് എന്നിവയിൽ ഏതെങ്കിലും തിരുവോണ നക്ഷത്രക്കാരികൾക്ക് തിരഞ്ഞെടുക്കാനായാൽ ഇവർക്ക് വളരെ വേഗം ഉയരത്തിലെത്താനാകും. അടുത്തതായി തിരുവോണ നക്ഷത്രക്കാരികൾക്ക് ചേരുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം. അത്തം, വിശാഖം നക്ഷത്രത്തിലെ ആദ്യ മുക്കാൽ ഭാഗം, രോഹിണി, പുണർദം, ഉത്രം, ചിത്തിര, ചോതി, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രങ്ങൾ അനുയോജ്യമായ നക്ഷത്രങ്ങളാണ്. അടുത്തതായി ചേരാത്ത നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. ചതയം, ഉത്രട്ടാതി, അശ്വതി, മകം, ചിങ്ങം രാശിയിലെ ഉത്രം എന്നീ നക്ഷത്രങ്ങൾ അനുയോജ്യമല്ലാത്ത നക്ഷത്രങ്ങളാണ്. അതായത് ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത് തിരുവോണ നക്ഷത്രക്കാരികൾ ഒഴിവാക്കുക. അതുപോലെ സുഹൃത്ത് ബന്ധം, കൂട്ടുവ്യാപാരം, വിവാഹം എന്നിവ ഈ നക്ഷത്രക്കാരുമായി തിരുവോണ നക്ഷത്രക്കാരികൾ പാടില്ല. കൂടാതെ ഈ പറഞ്ഞ നക്ഷത്രക്കാരുമായി സൂക്ഷിച്ച് ഇടപെടുകയും വേണം. ഇനി ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറയാം. തിരുവോണ നക്ഷത്രക്കാരികളുടെ ആരംഭദശ ചന്ദ്രദശയാണ്. തിരുവോണ നക്ഷത്രക്കാരികൾക്ക് പൊതുവെ ശനിയുടെയും രാഹുവിൻ്റെയും കേതുവിൻ്റെയും ദശാ അപഹാരകാലങ്ങൾ നല്ലതായിരിക്കില്ല. നല്ല പരിഹാരങ്ങൾ അറിഞ്ഞ് ചെയ്യുക. തിരുവോണ നക്ഷത്രക്കാരികളുടെ ദേവത ശ്രീ വിഷ്ണു ഭഗവാനാണ്. ജീവിത വിജയത്തിനായും ഉയർച്ചയ്ക്കായും ഓം വിഷ്ണവേ നമഃ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക. പ്രിയരെ, ഈ അധ്യായത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.